പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നഴ്സസ് ടൈമിലൂടെ UAE റാസൽ ഖൈമയിൽ നിന്നുള്ള നഴ്സസ് സഹോദരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അത്ഭുതകരമായ രോഗസൗഖ്യത്തിലൂടെയും നിരവധിയായ അനുഗ്രഹങ്ങളിലൂടെയും ഈശോയുടെ നിരന്തരമായ സാന്നിധ്യവും കാരുണ്യവും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നവരെ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മളെ പരസ്പരം അറിയാമെങ്കിലും നമ്മളുടെ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടിൻറ്റു. ഞാനിവിടെ റാസൽ ഖൈമ സ്റ്റാഫ് നഴ്സായിട്ട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. കുടുംബമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നാട്ടിൽ ഇടുക്കി ചുരുളി ഇടവാംഗമാണ്. എൻ്റെ പേര് റിൻറ്റു.
ഞാനിവിടെ റാസൽ ഖൈമയിൽ 4 വർഷമായിട്ട് കുടുംബമായിട്ട് താമസിക്കുന്നു. ഞാൻ നാട്ടിൽ കുറുമ്പനാടം ചങ്ങനാശ്ശേരി. ടിൻറ്റുവിൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാവോ? തീർച്ചയായിട്ടും റിൻറ്റു. നമ്മൾ കോവിഡ് തുടങ്ങിയ സമയം എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ ഒരു സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് കോവിഡ് ഡ്യൂട്ടി കിട്ടിയത് ഷാർജയിലാണ്. ഇവിടുന്ന് 2.5 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് പോയി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് കുഞ്ഞുങ്ങൾ, മൂത്തയാൾ 7 വയസ്സും രണ്ടാമത്തെ ആൾ 3 വയസ്സും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബേബി സിറ്റിങ്ങിൽ കുട്ടികളെ ഏൽപ്പിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. കോവിഡ് സമയമായി കഴിഞ്ഞപ്പോൾ ബേബി സിറ്റിങ്ങിൽ, കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോയ ഹോസ്പിറ്റൽ ഒരു കോവിഡിന് വേണ്ടി മാറ്റിവെച്ച ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ കുട്ടികളെ നോക്കാനായിട്ട് ബേബി സിറ്റിങ്ങുകാർ തയ്യാറായില്ല. നാട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു സമയവും, ട്രാവൽ ബാണൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവരാനും സാധിച്ചിരുന്നില്ല. അങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചു. അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളണേ, വേറെ ആരും നോക്കാനായിട്ടില്ല എന്ന് പറഞ്ഞ് മാതാവിന് സമർപ്പിച്ചു. അതുവരെ തന്നെ ഇരിക്കാൻ വളരെയധികം വിഷമിച്ച് അമ്മ പേടിയാണ് എന്ന് പറഞ്ഞിരുന്ന കുഞ്ഞുങ്ങൾ മാതാവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് അമ്മ ഞാൻ തന്നെ ഇരുന്നു കൊള്ളാം, അമ്മ പേടിക്കേണ്ട, ഡ്യൂട്ടിക്ക് പൊയ്ക്കോ എന്ന് പറയാൻ തുടങ്ങി. അതെനിക്ക് വലിയ ഒരു അനുഭവമായിരുന്നു. കാരണം മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യുവാനോ, കാരണം കുഞ്ഞുങ്ങളെ തനിച്ചിരുത്തി അല്ലെ അവർക്ക് അമ്മ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ തനിച്ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യാനോ അവിടെ പോയി വർക്ക് ചെയ്യാനോ സാധ്യമല്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് മാതാവിൻ്റെ കൃപ കൊണ്ടും പ്രത്യേക സംരക്ഷണം കൊണ്ടും ഡ്യൂട്ടിക്ക് പോകാനും, ഡ്യൂട്ടിക്ക് പോയ സമയത്ത് എനിക്ക് കോവിഡ് ബാധിക്കുകയും ഞാൻ ക്വാറൻറ്റൈനിലാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ എന്നാലും മാതാവിൻ്റെ നീല അങ്കിക്കുള്ളിൽ അമ്മ പ്രത്യേക സംരക്ഷണം കൊടുത്തു. എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയോ അവരെ കോവിഡ് ബാധിക്കുകയോ ചെയ്തില്ല. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപ തന്നെയായിരുന്നു. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണത്. അതെ ടിൻറ്റു, എനിക്കത് മനസ്സിലാവും. കാരണം ഈ കോവിഡിൻ്റെ ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ ശരിക്കും ഒരു പീഡിയാട്രിക് സ്റ്റാഫാണ്. അവിടെ നിന്ന് തന്നെ ICUലേക്ക് മാറ്റി. ICUവിൽ ടിൻറ്റുവിനറിയാമല്ലോ, അവിടെ വേറെ ആരെയും നമ്മൾ കടത്തിവിടില്ല. അവർക്ക് നമ്മളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഫുൾ നമ്മളൊരു PPE കിറ്റും ഒക്കെ ഇട്ട് ഇച്ചിരി ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും നമ്മളതൊന്നും പേഷ്യൻസിനോട് കാണിക്കാതെ എനിക്ക് ദൈവത്തെ ഒത്തിരി അവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് ആ അവസരങ്ങളിൽ പറ്റി. ദൈവത്തിൻ്റെ വചനം മരുന്നോ ഔഷധമോ ഒന്നുമല്ല, കർത്താവിൻ്റെ വചനമാണ് ഏറ്റവും വലുത് എന്നുള്ള വചനം ഞാൻ ഒത്തിരി പേർക്ക് ആ സമയങ്ങളിൽ പങ്കുവയ്ക്കാൻ എനിക്ക് ദൈവം അനുവദിച്ചു. അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് സന്തോഷം തോന്നിയ അവസരങ്ങളൊക്കെ ആ സമയങ്ങളിലുണ്ടായിട്ടുണ്ട്. പിന്നെ മരണക്കിടക്കയിലായിരിക്കുന്ന രോഗികളെ പോലും കർത്താവിന് വേണ്ടി ഒരുക്കി വിടാനായിട്ട് എനിക്ക് സാധിച്ചു. കുരിശ് വരച്ച് വിടാനും വിശ്വാസപ്രമാണം ചൊല്ലി വിടാനും ഒക്കെ എന്നെ ദൈവം അതിനൊരുക്കി. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താനുള്ളൊരു അവസരമായി അത് ഞാൻ കണക്കാക്കുന്നു. ഇനി എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പോലും നമുക്ക് അതൊക്കെ ദൈവം എല്ലാമാണെന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് ദൈവം എന്നെ ഒരുക്കിയതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതെ റിൻറ്റു, ദൈവനാമം മഹത്വപ്പെടട്ടെ. അതുപോലെ തന്നെ കോവിഡിന് ശേഷം തിരിച്ച് നമ്മളെ പോയ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുവാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ പോയ സ്റ്റാഫിനെയൊന്നും അവർ തിരിച്ചു വിടാത്ത ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്തെല്ലാം ഈശോയുടെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ് എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തുവാനും ഞാൻ ജോലി ചെയ്തിരുന്ന പോസ്റ്റ് സ്റ്റോപ്പ് അനസ്തീഷ്യ കെയറിൽ തിരിച്ചെത്താനും സാധിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ വലിയ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അതെല്ലാം നടന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആ സമയത്ത് നമുക്ക് നാട്ടിൽ പോവുക എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ തന്നെ 3 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിൽ പോകുന്നത്. ആ സമയത്ത് നാട്ടിൽ ചെന്ന് ബ്രസ്റ്റിൽ മുഴയുണ്ടായിരുന്നു. അതിൻ്റെ സ്കാൻ മാമോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ സർജറി ചെയ്തെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. സർജറി ചെയ്തു, ബയോപ്സിക്ക് സെൻഡ് ചെയ്തു. ബയോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷം അത് ക്യാൻസറാണെന്ന് അറിയാനിടയായി. ആ സമയത്ത് ഞാൻ വളരെയധികം തകർന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. എൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനോ അല്ലെങ്കിൽ ഈവൻ വീട്ടിലുള്ളവരോട് പോലും അതൊന്ന് തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത്രയധികം തകർന്ന നിമിഷങ്ങളായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഇടവക ദേവാലയത്തിൽ വാർഷിക ധ്യാനം നടക്കുകയും ആ ധ്യാനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും 3 ദിവസത്തെ ധ്യാനമായിരുന്നു. അതിൽ പങ്കെടുത്തു. എന്നെ തന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു.
അതിലൂടെ എനിക്ക് എൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള ആ ഒരു പേടി ഈശോ പൂർണ്ണമായിട്ടും എന്നിൽ നിന്ന് എടുത്തു മാറ്റി. അതിനുശേഷം എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനും അതിനെ അഭിമുഖീകരിക്കാനും ഒക്കെയുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നു. അതിനുശേഷം ഞാൻ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ട്രീറ്റ്മെൻ്റ് എല്ലാം ദൈവകൃപയാൽ നല്ല ഭംഗിയായിട്ട് പോയി. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഞാൻ അറിയേണ്ടി വന്നില്ല. ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ഈശോ എനിക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാം കഴിഞ്ഞ് ഭംഗിയായിട്ട് എനിക്ക് തിരിച്ചു വരാനും ജോലി പ്രവേശിക്കാനും ഒക്കെ സാധിച്ചു. അതിനുശേഷം പിന്നീടുള്ള ആ സമയത്ത് നമ്മുടെ കൂട്ടായ്മയിൽ ചേച്ചിമാർ എനിക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുകയും അവരുടെ ഇൻ്റർസെഷൻ പ്രയറിലൂടെയും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥന സഹായം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ നമ്മുടെ ബ്രദർ വരികയും ബ്രദറിൻ്റെ പ്രത്യേക പ്രാർത്ഥനയിൽ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ ധൈര്യമായിട്ടിരിക്കുക, ഈശോ അതെല്ലാം സുഖപ്പെടുത്തിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് ബ്രദർ പറഞ്ഞു. ബ്രദറിൻ്റെ സന്ദേശം ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിനുശേഷം ഉണ്ടായ ഫോളോ അപ്പ്, സ്കാന്, മാമോഗ്രാം എല്ലാം റിസൾട്ട് എല്ലാം നോർമലായിട്ടാണ് വന്നത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുവരെ ഇപ്പോഴുള്ള 2 ആഴ്ച മുന്നേ ഉള്ള മാമോഗ്രാമും എല്ലാം യാതൊരു കുഴപ്പവുമില്ല, എല്ലാത്തിലും നോർമലായിട്ട് ദൈവം എന്നെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ശരിക്കും അത് ദൈവം ശരിക്കും ടിൻറ്റുവിൻ്റെ ജീവിതത്തിൽ വളരെ വലുതായി തന്നെ ഇടപെട്ടു, നമുക്ക് രുചിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വെസ്റ്റേൺ കൺട്രീസിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അത്. കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ അത് നടക്കാതെ പോയി. പിന്നെ OET പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് 2 മൊഡ്യൂൾ ഭയങ്കര ടഫായിരുന്നു. പക്ഷേ ദൈവം ഇടപെട്ട് ഇതുപോലെ നമ്മളുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് എനിക്കത് OET പാസ്സാകാൻ കഴിയുകയും എൻ്റെ ഒരു മൈഗ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് നടത്തി തരികയൊക്കെ ചെയ്തു. അപ്പം അതിൻ്റെ പ്രോസസ്സിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രദേഴ്സൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ആ അനുഭവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. നമ്മുടെ ദൈവവചനം 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യം, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ ഒരു വചനപ്രകാരം ഞാൻ ശരിക്ക് ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്തു എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ദൈവം ഇപ്പോൾ സാധിച്ചു തന്നിരിക്കുന്നത്. അടുത്ത വർഷത്തോടുകൂടെ എനിക്ക് എൻ്റെ ഡ്രീം കൺട്രിയിൽ എനിക്ക് എത്തിച്ചേരാൻ എൻ്റെ കർത്താവ് ഇടയാക്കും. അപ്പം ദൈവത്തിനെ അവിടെ ചെന്നും മഹത്വപ്പെടുത്തി സ്തുതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുതന്നെ എൻ്റെ കുടുംബമായിട്ട് ഞാനത് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. റിൻറ്റു പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഈശോ ഞാൻ വേദനിച്ചിരുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ മനസ്സിൽ വന്നിരുന്ന ബൈബിൾ വാചകമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നു, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആ തിരുവചനം എനിക്ക് വളരെയധികം ശക്തി, എൻ്റെ വേദനകളിലെല്ലാം അത് എപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്ന ഒരു വചനമാണ്. അതുപോലെ തന്നെ സങ്കീർത്തനം 46:10, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ആ തിരുവചനവും എനിക്ക് വളരെയധികം ശക്തി നൽകി എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ നൽകിയ മറ്റൊരു അനുഭവ സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിലിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഹെമറോയിഡ് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് രണ്ടും കൂടി, എൻ്റെ ഈശോയെ, എനിക്കിത് രണ്ടും കൂടി താങ്ങാനുള്ള ശേഷിയില്ല. ഏതെങ്കിലും ഒന്ന്, ഞാൻ വീണുപോകാൻ നീ ഇടവരുത്തല്ലേ എന്ന് മുട്ടിപ്പായിട്ട് ഈശോയുടെ തിരുസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. റിൻറ്റോ, എൻ്റെ ഈശോ അതെനിക്ക് പൂർണ്ണമായും എടുത്തു മാറ്റി. എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ബ്ലീഡിങ് ഈശോ സുഖപ്പെടുത്തി. എൻ്റെ ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയധികം വലിയ ഒരു കൃപയാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലുടനീളം നൽകിയിരിക്കുന്നത്.
ഈശോയ്ക്ക് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഈശോയ്ക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ജോലി മേഖലയിലാണെങ്കിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ടല്ലേ. നമ്മുടെ പേഷ്യൻറ്റിനോട് നമ്മൾ കാണിക്കുന്ന സമീപനമൊക്കെ ഒരുപാട് മാറ്റം എനിക്ക് അറിയുന്നുണ്ട്. ഞാൻ പീഡിയാട്രിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അറിയാമല്ലോ, കുഞ്ഞുങ്ങളാണ് മൊത്തം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളോട് നല്ല പേഷ്യൻസായിട്ട് പെരുമാറാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ മനസ്സ് മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് സാധിക്കുന്നുണ്ട്. അതൊക്കെ ദൈവം തന്ന ഒരു വലിയ കൃപ തന്നെയാണ്. ജോലി മേഖലയിൽ ഒരുപാട് ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ പലതവണ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു മെയിൻ ഓഡിറ്റിൻ്റെ സമയത്ത് ഒരു പ്രസൻറ്റേഷന് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ശരിക്കും അങ്ങനെയൊന്നും എനിക്ക് അറിയത്തുപോലുമില്ല എങ്ങനെയാണ് അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്നൊന്നും. പക്ഷേ എന്നോട് അവർ പറഞ്ഞപ്പോൾ, എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പം എനിക്കത് അവരോട് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. ദൈവത്തിനെ മുറുകെ പിടിച്ച് പരിശുദ്ധ മാതാവിൻ്റെ കാശുരൂപമൊക്കെ കയ്യിലെടുത്ത് ഞാനതന്ന് പ്രസൻറ്റ് ചെയ്തു. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്കത് സാധിക്കുമെന്ന്. അങ്ങനെ ജോലി മേഖലയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും അങ്ങനെയെന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും എനിക്ക് ദൈവത്തിനെ കൊടുക്കാനായിട്ട് ഒരുപാട് പറ്റുന്നുണ്ട്. എൻ്റെ കുഞ്ഞിന് 3 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൾ നമ്മുടെ കൂടെ ഹല്ലേലൂയയൊക്കെ പറഞ്ഞ് സ്തുതിക്കുകയും കൈയൊക്കെ പൊക്കി ഹല്ലേലൂയ എന്നൊക്കെ യേശുവെ നന്ദി, യേശുവെ സ്തോത്രം എന്ന് പറയുകയും പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ നല്ലതായിട്ട് പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു വലിയ അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവൾ കുഞ്ഞാണെങ്കിലും നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരിലേക്ക് അത് എത്തിപ്പെടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു നമ്മളിപ്പോൾ. അപ്പം ടിൻറ്റുവിനും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതെ റിൻറ്റു, ഞാൻ ഇതുപോലെ സർജറിയിലൂടെ കടന്നുപോയൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് റിക്കവറി യൂണിറ്റിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന രോഗികളും സർജറി കഴിഞ്ഞ് വരുന്നവരാണ്. അവരെ ആശ്വസിപ്പിക്കാനും അവരാ കടന്നു പോകുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെയുള്ള കൃപ എൻ്റെ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി ഈശോയിലേക്ക് ആഴപ്പെടുവാനും അവരെല്ലാം രോഗികളെ സമർപ്പിക്കാനും, അതിന് മുന്നേ ഞാനങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അങ്ങനെയുള്ള ഒരു ഇത് എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെല്ലാം സമർപ്പിച്ച് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കാനും ഒക്കെയുള്ള ഒരു കൃപ എൻ്റെ ഈശോ എനിക്കിപ്പം തന്നിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്ക് നന്ദി പറയുന്നു. കുടുംബജീവിതത്തിലാണെങ്കിലും മുമ്പൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ പറഞ്ഞ് സന്ധ്യാപ്രാർത്ഥന മുടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി എന്നും സന്ധ്യാപ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോകാനും, കുഞ്ഞുങ്ങളാണെങ്കിലും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി വിശ്വാസത്തോടെ സന്ധ്യാപ്രാർത്ഥന കൊണ്ടുപോകാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഉത്സാഹം കാണിക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ തന്നെയാണ്. അതിനെല്ലാം ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം നമുക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് തിരുക്കുമാരനോട് നമുക്ക് സഹായം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയും പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദിയായിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മർക്കോസ് 11:24 പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വചനത്തെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ നഴ്സ് സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ സാക്ഷികളായി തീരാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു.
അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.